ആരതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഓണായ കാരണം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഓണപ്പൂക്കളം ബോട്ടിലാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ വേറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ ടീയുടെ ഇത് വെച്ചിട്ട് കണ്ടു, പിന്നെ എക്ഷൽ പൗഡർ വെച്ചിട്ട് കണ്ടു, ഉണക്കമുളക് യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ നിന്ന് കമ്പൈൻ ചെയ്ത് പിന്നെ വേറെയും കുറച്ച് ഐറ്റം ഉണ്ട്, കുറച്ചല്ല ഒരു ഐറ്റം കൂടി ഞാൻ ഇന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഉലുവ, ഞാൻ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതാണെന്നല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഉലുവ എടുക്കാം, കടുക് എടുക്കാം, അതുപോലെ ജീരകം എടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമുക്കിനി സമയം കളയേണ്ട നമ്മുടെ പൂക്കളം ബോട്ടിലാട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് സ്വാഗതം. ഞങ്ങളിത് മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ എന്ന് ഞാൻ പറയുന്നില്ല. 19ഓളം വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ. അപ്പോൾ ഒരു വർഷമാവാൻ പോകുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടുതലായിട്ട് സപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. ബോട്ടിലാട്ടും കാര്യങ്ങളും മാത്രമല്ല, ഒരുപാട് വേറെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് എന്തെങ്കിലും വേറെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് ഞാൻ മുന്നോട്ട് പോകുന്നത് മാത്രം. അപ്പോൾ ഇതാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനലുണ്ട്, ആ ചാനലിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരം കളയേണ്ട നമ്മുടെ ഇന്നത്തെ പൂക്കളം ബോട്ടിലാട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ പൂക്കളം ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പൂക്കളം ഇടാൻ പോകുന്നത് ബോട്ടിലിൽ ഒന്ന് എക്ഷൽ പൗഡർ യൂസ് ചെയ്യുന്നിട്ടാണ്. എക്ഷൽ പൗഡർ, പിന്നെ ഗ്രീൻ ടീ യൂസ് ചെയ്ത് ലെഫ്റ്റ് ഓവർ ഗ്രീൻ ടീ ബാഗ്സ് പൊട്ടിച്ച് അതിൻ്റെ ആ ലീവ്സ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് അത്, പിന്നെ നോർമൽ ടീയുടെ വേസ്റ്റ്, ചായലക്കൊറ്റ, ഇത് മൂന്നും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിലിൽ പൂക്കളം ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പൂക്കളത്തിനുള്ള യെല്ലോ കളറ് നമ്മൾ എക്ഷൽ പൗഡറിൽ യെല്ലോ അക്രലിക് പെയിൻറ്റ് മിക്സ് ചെയ്ത് തയ്യാറാക്കിയിട്ട് വയ്ക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എക്ഷൽ പൗഡറിൽ ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് ഓറഞ്ച് കളർ ഉണ്ടാക്കി വയ്ക്കുന്നു. പിന്നെ ഗ്രീൻ ടീ ലീവ്സിൽ ഗ്രീൻ കളർ മിക്സ് ചെയ്ത്, സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ, മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഗ്രീൻ കളർ, അതൊരു നോർമൽ ഗ്രീൻ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചായയിലെ കൊറ്റനിൽ ടീ വേസ്റ്റിൽ റെഡ് കളർ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഡിസൈനിൽ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യെല്ലോ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഒതുക്കി കൊടുക്കുക. അതിനുശേഷം വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അടുത്ത കളറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം വൈറ്റാണ്, പിന്നെ എനിക്ക് തോന്നി ഓറഞ്ച് ആയിരിക്കും കൂടുതൽ നല്ലതെന്ന്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഓരോ കളേഴ്സ് ഓരോ ഡിസൈനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നത് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് എക്ഷൽ പൗഡർ ഇട്ട് കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ മേലെ പെയിൻറ്റ് ചെയ്യാനുണ്ടായത്. അത് എളുപ്പമാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒരു കളറിൻ്റെ മേലെ മറ്റേ അടുത്ത കളർ ഇടുമ്പോൾ ആവാതെ നോക്കണം, അതിലേക്ക് ആവാതെ നോക്കണം. അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ചുമ്മാ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. പിന്നെ കളർ ചെയ്യാണ്, പെയിൻറ്റ് ചെയ്യാണ് എളുപ്പമാണെങ്കിലും ഇതിന് കൂടുതലൊരു പെർഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു പൂക്കളം ഇടുന്ന ഒരു എഫക്റ്റ്, പൂക്കളം പോലെ നമുക്ക് തോന്നും. മറ്റേതിങ്ങനെ നമ്മൾ എക്ഷൽ പൗഡർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പതിഞ്ഞിരിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സമയം അധികം ഇല്ല, ക്ഷമ അധികം ഇല്ലാത്തവരാണെങ്കിൽ ആ മെത്തേഡാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓണം സ്പെഷ്യൽ പൂക്കളം ബോട്ടിലാട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മളൊന്ന് ചെയ്തിരുന്നു. ഞാൻ ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ പൂക്കളം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലിന് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പൂക്കളം നമ്മൾ വൈറ്റ് കളർ പെയിൻ്റാണ് ചെയ്തത്, അപ്പോൾ ഇത്തവണ ബ്ലാക്ക് ആവുമെന്ന് വെച്ചു. അപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കൂടുതലായിട്ട് തോന്നുന്നുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീനും അതിൻ്റെ ഇടയിൽ ചേർത്തു. സെൻറ്ററിൽ നമുക്ക് ക്ലേ കൊണ്ട് വേണമെങ്കിൽ തൃക്കാരിപ്പന ഉണ്ടാക്കി വെക്കാം. ഞാനിപ്പോൾ ഒലീവിൻ്റെ സീഡുണ്ട്, കുരുണ്ട്, അത് സെൻറ്ററിൽ വെച്ച് റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തു. പിന്നെ ഇതെൻ്റെ പഴയ ഒരു ചുരിദാറിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ അത് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ആ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന പോർഷൻ മുഴുവൻ ഇതുപോലെ അതിലുള്ള ഡിസൈൻസ്, എംബ്രോയ്ഡറി വർക്ക്സ് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. സെൻറ്ററിൽ ഇതുപോലെ ഒരു സ്റ്റോണും കൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇതാ ഫിനിഷാക്കി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.